സദാശിവൻ എന്ന കേരള പൊളിറ്റിക്സിലെ യുവ തുർക്കിയെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ഇത്ര വലിയൊരു നേതാവാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇദ്ദേഹം കാര്യം സാധിച്ചിട്ട് വരുമ്പോ ടോയ്ലറ്റിന്റെ പുറത്ത് ഫാൻസിന്റെ ബഹളമായിരുന്നു. ആ അത് മുഴുവൻ ഗേൾസ്. എല്ലാവർക്കും ഇദ്ദേഹത്തിനോട് ഫോട്ടോ എടുക്കണം. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, അവരുടെയൊക്കെ മൊബൈൽ വാങ്ങി ഞാൻ തന്നെ അങ്ങ് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇങ്ങനെ സെൽഫി, ഇങ്ങനെ സെൽഫി, ഇങ്ങനെ സെൽഫി. ഓഹോ, ഫീലിംഗ് ഹാപ്പി വിത്ത് MS at ടോയ്ലറ്റ്. ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ഇദ്ദേഹത്തിന്റെ ടോയ്ലറ്റ് സ്റ്റോറി ആയിരിക്കും. കല്യാണം മുടക്കി മുങ്ങാൻ ശ്രമിച്ച മിഥുന് 8ന്റെ പണി അർജുൻ കൊടുത്തത്. കീർത്തിയുടെ കണ്ണീര് കണ്ട ദേവി തന്നെയാണോ അർജുൻ ഇന്നിങ്ങോട്ട് അയച്ചത്? ബേട്ടാ ആവൂ. ആ സ്ത്രീയുള്ള വീട്ടിൽ ഇവളെങ്ങനെ സ്വസ്ഥമായി കഴിയും മോളെ? ബേട്ടാ, ടോയ്ലറ്റിൽ പോകുന്നതിനിടയിൽ എപ്പോഴെങ്കിലും നിനക്ക് മുങ്ങാൻ വയ്യായിരുന്നോ? അവൻ വിടണ്ടേ മമ്മി. ഹോട്ടലിൽ എത്തുന്നത് വരെ അവന്റെ കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാ എന്നെ ടോയ്ലറ്റിൽ കയറ്റി അവന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞപ്പോ പെണ്ണുങ്ങളുടെ ഒരു ബഹളമായി. എല്ലാരും ഞാൻ ഇറങ്ങാൻ കാത്ത് പുറത്ത് നിൽക്കായിരുന്നു. എന്റെ ഇമേജ് ഒന്ന് കുളമാവും. കുളമല്ല ബേട്ടാ, ശൗചാലയം. നിന്റെ ഇമേജ് ശൗചാലയത്തിലാവും. ഓ, അവന്റെ കൂടെ ഒരു ലഡ്കി ഉണ്ടായിരുന്നോണ്ടായിരിക്കും നീ മുങ്ങാതിരുന്നത്. ലഡ്കികളുടെ സമ്മേളനമായിരുന്നല്ലോ. നിനക്ക് പിന്നെ എന്ത് വേണോടാ? ബഹുത് ഖുഷി ഹോഗ. അരേ ഭഗവാൻ, തേരി മായ. ചൈത്ര ബേട്ടിയോട് ഞാൻ ഇനി എന്ത് സമാധാനം പറയും? എന്ത് പറയൂടാ? ഞാൻ എന്താ അർജുനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈ വിവാഹം നടക്കുന്നതിൽ ഞാനിപ്പോ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നിന്നോടാ. സോറി, നീ എന്നൊക്കെ തന്നെ വിളിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഹേയ്, നോ പ്രോബ്ലം. അങ്കിൾ എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം. വിവാഹം നടക്കാൻ ഒരു ചെറിയ സഹായം ചെയ്തു കൊടുത്തല്ലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങളെ, ഞാനൊരു കോടീശ്വരനാണെങ്കിലും ഞാനൊരു പരോപകാരിയാ. കാണാം. അർജുൻ ചില്ലറ പരോപകാരമല്ല ഇന്ന് ചെയ്തത്. പ്രകൃതിയുടെ വെളിയിൽ പെട്ടുപോയ ഒരു പാവ മനുഷ്യനെ കക്കൂസി പോകാൻ സഹായിക്കുന്നത് അത്ര വലിയ സഹായമാണോ? ഹലോ, ഒന്ന് നിൽക്കണം. ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോവാ. ഞാനെന്തിനാ നിങ്ങളോട് താങ്ക്സ് പറയുന്നത്? ഞാനില്ലായിരുന്നെങ്കിലേ കല്യാണം ചെറുക്കൻ കല്യാണം കൊണ്ടാവും മുഴുവൻ നാട്ടിച്ചാനെ. തന്റെ ഈ സംസാരം സഹിക്കുന്ന തന്റെ ഭാര്യയെ സമ്മതിക്കണം. അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാനൊരു ക്രോണിക് സിംഗിളാ. അല്ലെങ്കിലും തനിക്കൊക്കെ ആര് പെണ്ണ് തരാനാ? അല്പന ഐശ്വര്യം കിട്ടിയപ്പോ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇറങ്ങിയിരിക്കുന്നു. നമ്മള് തമ്മിൽ മാച്ചാ. ഏത് വകയിലാടോ നമ്മള് മാച്ച് ആവുന്നേ? എന്തുദ്ദേശത്തിലാ താൻ അങ്ങനെ പറഞ്ഞേ? ഇമാതിരി നമ്പറൊന്നും എന്റെ അടുത്ത് വേണ്ട. അയ്യ, ആ മാച്ചല്ല, ഡ്രസ്സിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. രാവിലെ താൻ വേറെ ഡ്രസ് ഇട്ടാ വന്നേ. ഞാൻ ഈ കളർ സാരി ഉടുത്തുകൊണ്ട് താൻ തന്റെ വേഷം മാറ്റി. എന്നിട്ട് മാച്ച് ആണെന്ന് പറഞ്ഞ അടുപ്പം കൂടെ വന്നിരിക്കുന്നു. താനൊരു മഹാ കാട്ടുകോഴിയാ. ഞാനൊരു കോഴിയാണെന്ന് എന്റെ ഗേൾ ഫ്രണ്ട്സ് അല്ല ആരും പറഞ്ഞിട്ടില്ല, അറിയോ? 100 കണക്കിന് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അതെ, അങ്ങനെയുള്ളവരെയാ കോഴി എന്ന് പറയുന്നത്. പക്ഷെ എത്ര വേഷം കിട്ടിയാലും എന്നെ വലയിലാക്കാൻ താൻ കരുതണ്ട. അയ്യേ, തന്റെ കളറിലുള്ള ഈ അണിഞ്ഞ ഡ്രസ് എനിക്ക് വേണ്ട. ഞാനിത് ബഹിഷ്കരിക്കുക. പബ്ലിക്കായിട്ട് നിന്ന് തുണി മാറ്റുന്നോ വൃത്തിയോട്ടവൻ? അല്ലെങ്കിൽ വേണ്ട, എന്റെ സ്റ്റീൽ ബോഡി ആരും കാണണ്ട. കാറിൽ പോയി വേഷം മാറ്റാം. വയറ്റിനകത്തൊരു ബട്ടർഫ്ലൈ പറക്കുന്ന പോലെ തോന്നുന്നല്ലോ. എന്റെ ഭാവി വധു ഈ പരിസരത്ത് അങ്ങനെ ഉണ്ടോ? ബട്ടർഫ്ലൈ പറന്നല്ല,
രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് ഗ്യാസ് കയറിയതാ. ഊഹു. എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തന്നെ കണ്ടിട്ട് നല്ല കലിപ്പ് തോന്നുന്നുണ്ട്. തോന്നും. കാരണം തന്റെ ഈ പന്ന കളറുള്ള വേഷം ഞാൻ മാറ്റി. കണ്ടോ, ഞാൻ ഡ്രസ്സ് മാറിയത് കണ്ട. ഇപ്പൊ പൊളിയല്ലേ? എന്നോട് കളിച്ചാ എങ്ങനെ ഇരിക്കും? എന്നോട് കളിച്ച ഇങ്ങനെ പലപ്പോഴും വേഷം മാറേണ്ടി വരും. കൂടുതൽ വിളച്ചിലെടുത്താണ്ടല്ലോ തന്റെ കളസം കീറും. എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ ഭഗവാൻ. അടുത്തൊരു ഹോട്ടലിൽ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവർക്കും കൂടി SP യുടെ വീട്ടിലേക്ക് പോവാം. സ്വാമിങ്കിൽ ആ ഹോട്ടലിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അല്ല, ഈ MS ഇനിയും ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നിയാലേ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവണല്ലോ. അതാ എല്ലാരും വരണം. വരൂ. ചിരിച്ചോടി ചിരിച്ചോ, ഇതിനെല്ലാം കൂടി ചേർത്ത് നിനക്ക് ഞാൻ തരുന്നുണ്ട്. आर्यन बेटा, शादी हो गई. बेटा കളിയാക്കരുത്. മിഥുൻ ബേട്ടയെ ഒരു ദുഷ്ട ലടുക്ക തിരിച്ചു കൊണ്ടുവന്നു. ഞാനേ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. പ്രിയപ്പെട്ട മുറച്ചെറുക്കന്റെ കല്യാണ വാർത്ത അറിഞ്ഞ് ചൈത്ര തിരിച്ചു വരുന്നു. ഭഗവാൻ, വധൂവരന്മാർക്കായി ഡാഡി മാറ്റിവെച്ച് പുതിയ വീട്ടിലേക്കാണ് അവളുടെ വരവ്. ഈ കല്യാണം എങ്ങനെ നടന്നുവെന്ന് അവൾ ആന്റിയോടും മിഥുനേട്ടനോടും ചോദിക്കും. ഉത്തരം റെഡിയാണല്ലോ അല്ലേ? അയ്യോ